ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? The root zone of a certain soil has a field capacity of 30%. അതിൻ്റെ ആ സോയിലിലെ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 30% എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റിൻ്റെ 10% ആണ്. നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ്, what is the depth of moisture in the root zone at field capacity? സോയിൽ ഫീൽഡ് കപ്പാസിറ്റിയിലാണ് എങ്കിൽ അവിടുത്തെ ഡെപ്ത് ഓഫ് മോയ്സ്ചർ, റൂട്ട് സോണിൽ എത്ര ഡെപ്തിൽ മോയ്സ്ചർ ഉണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ സോയിൽ പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിന്റിലാണെങ്കിൽ അവിടുത്തെ ഡെപ്ത് ഓഫ് മോയ്സ്ചർ എത്രയായിരിക്കും. അതുപോലെ തന്നെ ഹൗ മച്ച് വാട്ടർ ഇസ് അവൈലബിൾ ഇഫ് ദ റൂട്ട് സോൺ ഡെപ്ത് ഈസ് 1.2 മീറ്റർ. അവിടുത്തെ റൂട്ട് സോൺ ഡെപ്ത് 1.2 മീറ്റർ ആണ് എങ്കിൽ എത്ര ഡെപ്തിൽ അവിടെ വാട്ടർ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. എല്ലാ കേസിലും, ഫീൽഡ് കപ്പാസിറ്റിയുള്ള കേസാണെങ്കിലും പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിന്റുള്ള കേസിലും ഒക്കെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അവിടുത്തെ ഡെപ്ത് ഓഫ് മോയ്സ്ചറും അതുപോലെ റൂട്ട് സോണിന് അവൈലബിൾ ആയിട്ടുള്ള മോയ്സ്ചറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് കേസിൽ നമുക്ക് ജസ്റ്റ് ഡെപ്ത് ഓഫ് മോയ്സ്ചർ ഇൻ ദ റൂട്ട് സോൺ അറ്റ് ഫീൽഡ് കപ്പാസിറ്റി അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഫീൽഡ് കപ്പാസിറ്റി ഇക്വേഷൻ ഡെറൈവ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞായിരുന്നു വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ. അതിൽ നിന്നാണ് നമ്മുടെ ഫീൽഡ് കപ്പാസിറ്റി ഇക്വേഷനൊക്കെ നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അവിടെ എത്ര ഡെപ്ത് ഓഫ് മോയ്സ്ചർ ഉണ്ടെങ്കിൽ നമ്മൾ റൂട്ട് സോൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫീൽഡ് കപ്പാസിറ്റിയിലാണ് നമ്മുടെ സോയിൽ, അങ്ങനെയാണെങ്കിൽ ഡെപ്ത് ഓഫ് മോയ്സ്ചർ എത്രയായിരിക്കും, ആ സോയിൽ എത്ര ഡെപ്തിൽ മോയ്സ്ചർ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന പെർ മീറ്റർ ഡെപ്ത് ഓഫ് സോയിൽ കൺസിഡർ ചെയ്യാണ്. പെർ മീറ്റർ ഡെപ്ത് ഓഫ് സോയിലിൽ എത്ര ഡെപ്ത് മോയ്സ്ചർ ഉണ്ട്. ഇപ്പോൾ സോയിലിന് 1 മീറ്റർ എടുക്കുന്നു, ആ 1 മീറ്ററിൽ എത്ര ഡെപ്തിൽ മോയ്സ്ചർ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കണം. കണ്ടീഷൻ ഓഫ് സോയിൽ ഫീൽഡ് കപ്പാസിറ്റിയിലാണ്. ഓക്കെ, ഫീൽഡ് കപ്പാസിറ്റി പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ആ സോയിലുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു അവിടുത്തെ ഡെപ്ത് ഓഫ് സോയിൽ റൂട്ട് സോൺ ഡെപ്ത് ഇൻറ്റു മോയ്സ്ചർ കണ്ടന്റിൻ്റെ ഡിഫറൻസ് അല്ലേ. സോ ഇവിടെ ജസ്റ്റ് അങ്ങനെ വേറെ ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഫീൽഡ് കപ്പാസിറ്റി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഡെപ്ത് ഓഫ് മോയ്സ്ചർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഫീൽഡ് കപ്പാസിറ്റിയിലുള്ള കേസിൽ ഇതിലെത്ര ഡെപ്തിൽ മോയ്സ്ചർ ഉണ്ട് എന്നുള്ളതാണ്. എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1 ഇൻറ്റു ഫീൽഡ് കപ്പാസിറ്റി, കാരണം ഡെപ്ത് ഇവിടെ പെർ മീറ്ററിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു ഫീൽഡ് കപ്പാസിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, റേഷ്യോയിലാക്കുമ്പോൾ 30/100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 0.42 മീറ്റർ പെർ മീറ്റർ. അതായത് 1 മീറ്റർ ഡെപ്ത് ഓഫ് സോയിൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഫീൽഡ് കപ്പാസിറ്റി ഉള്ള ഒരു സോയിലിൻ്റെ 1 മീറ്റർ ഡെപ്ത് സോയിൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൽ 420 mm ഡെപ്തിൽ മോയ്സ്ചർ അവൈലബിൾ ആണ്. പെർ മീറ്ററിൽ 420 mm ഡെപ്ത് ഓഫ് മോയ്സ്ചർ അവൈലബിൾ ആണ്. സിമിലർലി ഈ അവിടുത്തെ മോയ്സ്ചർ 10% ആണെങ്കിൽ, അതായത് പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റ് 10% ആണ് പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റ്. അങ്ങനെയാണ് എങ്കിൽ ഓക്കെ, വാട്ടർ കണ്ടന്റ് 10% ഉള്ളൂ ആ കേസിലുള്ള ഡെപ്ത് ഓഫ് മോയ്സ്ചർ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സെയിം തന്നെ ഇവിടെ ഫീൽഡ് കപ്പാസിറ്റിയുടെ സ്ഥാനത്ത് ഇവിടെ പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റ് വരണം. അതായത് നമ്മളിപ്പോൾ സോയിലിൽ പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റ് എത്തിയ സോയിൽ അത് അത്രയും പെർസെൻറ്റേജ് വാട്ടറേ അതിനകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് വാട്ടർ അതിലുണ്ടെങ്കിൽ എത്ര ഡെപ്ത് ഓഫ് വാട്ടർ ഉണ്ട്, എത്ര ഡെപ്ത് വരെ മോയ്സ്ചർ ഉണ്ടെന്നുള്ളത്. നമ്മൾ സെയിം ഇക്വേഷൻ തന്നെ ഇവിടെയും സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1 ഇൻറ്റു പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റിൻ്റെ മോയ്സ്ചർ പെർസെൻറ്റേജ്. ഇവിടെ നമ്മൾ പെർ മീറ്റർ ഡെപ്താണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു 10/100. ദാറ്റ് മീൻസ് 140 mm പെർ മീറ്റർ. സോയിൽ പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റ് സ്റ്റേറ്റിലാണ് എങ്കിൽ ആ സോയിലിൽ 140 mm പെർ മീറ്റർ കൺസിഡർ ആണെങ്കിൽ 140 mm ഡെപ്തിൽ നമ്മുടെ മോയ്സ്ചർ കണ്ടന്റ് പ്രസന്റ് ആണ്. ഓക്കെ, അതാണ് ഇങ്ങനെ ജസ്റ്റ് ഡെപ്ത് ഓഫ് മോയ്സ്ചർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, ഫീൽഡ് കപ്പാസിറ്റിയിലെ പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. ഡെപ്ത് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പെർ മീറ്റർ ഡെപ്തിൽ കൺസിഡർ ചെയ്യാം. ഇനി സെക്കൻഡ് കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് കേസിൽ നമുക്ക് കണ്ടുപിടിക്കണം ഹൗ മച്ച് വാട്ടർ ഈസ് അവൈലബിൾ ഇഫ് ദ റൂട്ട് സോൺ ഡെപ്ത് ഈസ് 1.2 മീറ്റർ. അതായത് ആ സോയിലിൽ ഒരു ക്രോപ്പ് ഉണ്ട്, ആ ക്രോപ്പിൻ്റെ റൂട്ട് സോൺ ഡെപ്ത് എന്ന് പറയുന്നത് 1.2 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ആ 1.2 മീറ്ററുള്ള റൂട്ട് സോൺ ഡെപ്തിലുള്ള റൂട്ട് സോണിന് എത്രമാത്രം വാട്ടർ അവൈലബിൾ ആണ്, എത്ര ഡെപ്ത് വരെയുള്ള വാട്ടർ അതിന് അവൈലബിൾ ആണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് വാട്ടർ അവൈലബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കാപ്പിലറി വാട്ടർ. കാപ്പിലറി വാട്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫീൽഡ് കപ്പാസിറ്റിക്കും പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റും ഇടയ്ക്കായിരിക്കും കാപ്പിലറി വാട്ടർ ഉള്ളത് അല്ലേ. സോ ഈ ഒരു ഏരിയയിലുള്ളതാണ് നമ്മുടെ കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത്. അപ്പം അതിൽ എത്ര മാത്രം വാട്ടർ നമ്മുടെ റൂട്ട് സോൺ ഡെപ്തിന് അവൈലബിൾ? 1.2 മീറ്റർ ആണ് റൂട്ട് സോൺ.
അതിന് എത്രമാത്രം ഡെപ്തിൽ വരെ വാട്ടർ അവൈലബിൾ ആണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മുടെ ഇക്വേഷൻ ഡെപ്ത് ഓഫ് അവൈലബിൾ വാട്ടർ ഇക്വേഷൻ എന്താണ്? ആദ്യം നമ്മളിവിടെ പെർ മീറ്റർ ഡെപ്തിൽ കണ്ടുപിടിക്കുന്നു. ഓക്കെ, പെർ മീറ്റർ ഡെപ്തിലാണെങ്കിൽ, പെർ മീറ്റർ ഡെപ്തിലല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെപ്ത് ഓഫ് റൂട്ട് സോൺ ഇൻറ്റു നമ്മുടെ ഈ ഒരു റീജിയൻ്റെ മോയ്സ്ചർ കണ്ടന്റ് കൊടുക്കുക. ഫീൽഡ് കപ്പാസിറ്റി മൈനസ് പെർമനന്റ് മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും ഇത്രയും പെർസെൻറ്റേജിലുള്ള മോയ്സ്ചർ കണ്ടന്റ്. ഓക്കെ, സോ ഇവിടെ WS എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സോയിൽ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു പെർ മീറ്റർ ഡെപ്ത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻറ്റു 1 ഇൻറ്റു ഫീൽഡ് കപ്പാസിറ്റി മൈനസ് പെർമനന്റ് മെൽറ്റിംഗ് പോയിന്റ്, ഇത്രയും മോയ്സ്ചർ കണ്ടന്റ്. ഈ മോയ്സ്ചർ കണ്ടന്റിൽ എത്ര ഡെപ്ത് നമുക്ക് വാട്ടർ അവൈലബിൾ ആണെന്നുള്ളത്. സോ ഇക്വേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായി 280 mm പെർ മീറ്റർ. ഒരു മീറ്റർ എടുക്കുവാണെങ്കിൽ അതിൽ 280 mm ഡെപ്ത് വരെയുള്ള വാട്ടർ നമ്മുടെ റൂട്ട് സോൺ ഡെപ്തിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ റൂട്ട് സോൺ ഡെപ്ത് 1.2 മീറ്റർ ആണെങ്കിൽ, 1 മീറ്റർ റൂട്ട് സോൺ ഡെപ്ത് ആണെങ്കിൽ അതിന് 280 mm പെർ മീറ്റർ വരെയുള്ള വാട്ടർ അതിന് അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൂട്ട് സോൺ ഡെപ്ത് 1.2 ആണെങ്കിൽ എത്ര അവൈലബിൾ ആയിരിക്കും? 280 ഇൻറ്റു 1.2 നമുക്ക് കിട്ടുന്ന വഴി ഇത് 336 mm വാട്ടർ, അത്രയും ഡെപ്തിലുള്ള വാട്ടർ വരെ നമ്മുടെ റൂട്ട് സോൺ ഡെപ്തിന് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. എന്നാണ് ഡെപ്ത് ഓഫ് അവൈലബിൾ വാട്ടർ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു ലോൺ സോയിലിൻ്റെ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 25% ആണ്. ഓക്കെ, അതിൻ്റെ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 25% ആണ്. ആൻഡ് പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 10% ആണ് ആ സോയിലിൻ്റെ. ഓക്കെ, ഡ്രൈ യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട് 14.72 ആൻഡ് ഡെപ്ത് ഓഫ് റൂട്ട് സോൺ എന്ന് പറയുന്നത് 75 മീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ആ സോയിലിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി, ആ സോയിലിൽ എത്ര സ്റ്റോർ ചെയ്യാൻ പറ്റും, ആ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് സോയിൽ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആ സോയിലിൽ ഇറിഗേഷൻ വാട്ടർ പ്രൊവൈഡ് ചെയ്യുക. മോയ്സ്ചർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്ത് 14% ആയപ്പം നമ്മളതിലേക്ക് ഇറിഗേഷൻ വാട്ടർ സപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറയുന്നത് അവിടുത്തെ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് 75% ആണ്. അങ്ങനെയാണ് എങ്കിൽ എത്രമാത്രം വാട്ടർ നമ്മൾ ആ സോയിലിലേക്ക് കൊടുക്കണം, അതായത് എത്രമാത്രം ഡെപ്തിൽ വാട്ടർ കൊടുത്താലാണ് ആ സോയിൽ തിരിച്ചതിൻ്റെ ഫീൽഡ് കപ്പാസിറ്റിയിലേക്ക് എത്തുക. കാരണം ഫീൽഡ് കപ്പാസിറ്റി ആണ് നമുക്ക് എപ്പോഴും സോയിലിൽ വേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് അതിൻ്റെ ടോട്ടൽ സ്റ്റോറേജ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം. സെക്കൻഡ് എത്രമാത്രം ഇറിഗേഷൻ വാട്ടർ അല്ലെങ്കിൽ എത്ര ഡെപ്തിൽ വാട്ടർ അവിടെ സപ്ലൈ ചെയ്യണം. ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താ? മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് ദി സോയിൽ, അതായത് എത്ര ഡെപ്ത് വരെ അത് അവിടെ വാട്ടർ അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് ദി സോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ? ഇസ് ഈക്വൽ ടു ദി അവൈലബിൾ മോയ്സ്ചർ. നമുക്ക് പ്ലാന്റിന് അവൈലബിൾ ആയിട്ടുള്ള മോയ്സ്ചർ അതാണല്ലോ അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു അവൈലബിൾ മോയ്സ്ചർ ഇൻ ദി സോയിലാണ്. ഓക്കെ, അവൈലബിൾ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു എപ്പോഴും ഫീൽഡ് കപ്പാസിറ്റിയും പെർമനന്റ് മെൽറ്റിംഗ് പോയിന്റും ഇടയ്ക്കുള്ള ആ ഒരു പെർസെൻറ്റേജ്, അത്രയും പെർസെൻറ്റേജ് ഓഫ് വാട്ടർ മാത്രമേ നമുക്ക് അവൈലബിൾ മോയ്സ്ചർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അതിൻ്റെ ഡെപ്ത് എത്രയാണ്? അതിൻ്റെ ഡെപ്ത് എത്രയാണ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡെപ്ത് ഓഫ് അവൈലബിൾ മോയ്സ്ചർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെപ്ത് ഓഫ് റൂട്ട് സോൺ, ആ റൂട്ട് സോൺ അല്ലെങ്കിൽ അവിടെയുള്ള റൂട്ട് സോണിൻ്റെ ഡെപ്ത് ഇൻറ്റു ഫീൽഡ് കപ്പാസിറ്റി മൈനസ് പെർമനന്റ് മെൽറ്റിംഗ് പെർസെൻറ്റേജ്. അതായത് ഇത്രയും പെർസെൻറ്റേജിലുള്ള ഏരിയയിൽ മാത്രമേ വാട്ടർ നമുക്ക് അവൈലബിൾ ഉള്ളൂ അല്ലേ? സോ ഇത്രയും പെർസെൻറ്റേജിൽ എത്ര ഡെപ്തിലാണ്? സോ അവിടെ എടുക്കുന്ന മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്, അതായത് ഫീൽഡ് കപ്പാസിറ്റി മൈനസ് പെർമനന്റ് മെൽറ്റിംഗ് പോയിന്റ്. അതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഗാമ എസ് വന്നിട്ടുണ്ട്, ഗാമ ഡബ്ല്യു തന്നിട്ടുണ്ട്. ഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റൂട്ട് സോൺ ഡെപ്ത് ആണ്. റൂട്ട് സോൺ ഡെപ്ത് വന്നിട്ടുണ്ട് 75 മീറ്റർ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഫീൽഡ് കപ്പാസിറ്റിയും പെർമനന്റ് മെൽറ്റിംഗ് പോയിന്റ് പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. അതിന് നമ്മൾ റേഷ്യോയിലേക്ക് ആക്കുന്നു. നമുക്ക് ചെയ്തു വരുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 0.169 മീറ്റർ എന്നാണ് കിട്ടുന്നത്. 0.169 മീറ്റർ, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 169 mm. അതായത് അവിടുത്തെ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 169 mm ആണ്. ഓക്കെ, ഒരു കറക്ഷൻ ഉണ്ട്. ഇത് 75 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 75 ഒരിക്കലും 75 മീറ്റർ ഒരു റൂട്ട് ഡെപ്ത് തരത്തില്ല. സോ ഇറ്റ് 75 സെൻറ്റിമീറ്റർ ആണ് യൂണിറ്റ്, അതായത് ടെക്സ്റ്റിലെ കറക്ഷൻ ആണ് കേട്ടോ. 75 സെൻറ്റിമീറ്റർ ആണ്, അതാണ് ഇവിടെ 0.75 എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കിട്ടിയല്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എത്ര ഡെപ്ത് ഓഫ് വാട്ടർ നമ്മൾ അവിടെ ഇറിഗേറ്റ് ചെയ്യണം എന്നുള്ളത്, അതായത് എത്ര വാട്ടർ, ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ നമ്മുടെ സോയിലിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് 14% കുറഞ്ഞു. ഫീൽഡ് കപ്പാസിറ്റിയിൽ നിന്നും അത് 14%ലേക്കായി. ആ ടൈമിലാണ് നമ്മൾ ഇറിഗേറ്റ് ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, അപ്പോൾ ഇറിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര ഡെപ്ത് ഓഫ് വാട്ടർ കൊടുക്കേണ്ടത്? ഈ 14% നമുക്ക് തിരിച്ച് ഫീൽഡ് കപ്പാസിറ്റിയിൽ എത്താൻ എത്ര ഡെപ്ത് ഓഫ് വാട്ടർ കൊടുക്കണം? അതാണ് നമ്മുടെ ഇറിഗേഷൻ വാട്ടർ എന്ന് പറയുന്നത്. ശരിയല്ലേ? അതായത് ഈ 40ൽ നിന്നും ഇത്രയും പെർസെൻറ്റേജ് ഓഫ് മോയ്സ്ചർ കൂടിയാൽ മാത്രമേ നമ്മുടെ ഫീൽഡ് കപ്പാസിറ്റിയിലേക്ക് ഇത് എത്തത്തുള്ളൂ. സോ അങ്ങനെ അത്രയും പെർസെൻറ്റേജ് കൂടണമെങ്കിൽ എത്ര ഡെപ്ത് വാട്ടർ നമ്മൾ സപ്ലൈ ചെയ്യണം? അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമ്മുടെ സെയിം ഇക്വേഷൻ തന്നെ, സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെപ്ത് ഓഫ് റൂട്ട് സോൺ ഇൻറ്റു മോയ്സ്ചർ കണ്ടന്റ്. അതായത് ഈ ഇത്രയും മോയ്സ്ചർ കണ്ടന്റ് ആണ് പെർസെൻറ്റേജ്, ഈ മോയ്സ്ചർ കണ്ടന്റ് ആവണമെങ്കിൽ എത്ര ഡെപ്ത് വാട്ടർ വേണം എന്നാണ് അല്ലേ. സോ ഫീൽഡ് കപ്പാസിറ്റി മൈനസ് മിനിമം മോയ്സ്ചർ കണ്ടന്റ്, ടോട്ടലിൽ നിന്നും മിനിമം മോയ്സ്ചർ കണ്ടന്റ് 14% മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും പെർസെൻറ്റേജ് അല്ലേ കിട്ടും. സോ ഈ പെർസെൻറ്റേജിൽ എത്ര ഡെപ്ത് ആണ്? സോ ഫീൽഡ് കപ്പാസിറ്റി മൈനസ് മിനിമം മോയ്സ്ചർ കണ്ടന്റ് അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 124 mm. അതായത് 124 mm വാട്ടർ ഇവിടെ ഉണ്ടെങ്കിൽ, ഡെപ്ത് ഓഫ് വാട്ടർ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വാട്ടർ തിരിച്ച് ഫീൽഡ് കപ്പാസിറ്റിയിലേക്ക് റേസ് ആവത്തുള്ളൂ. ഓക്കെ, ഇനി പക്ഷേ നമ്മൾ ക്വസ്റ്റിൽ ഒരു കേസ് കൂടെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് അവിടുത്തെ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 75% ഉള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ ടോട്ടൽ കൊടുക്കുന്ന 100% നമ്മൾ കൊടുക്കുന്ന ഫുൾ വാട്ടറും എന്താ പറയുക സോയിലിലേക്ക് എത്തുന്നില്ല, അതിൽ കുറച്ച് ലോസസ് ഉണ്ടാകുന്നുണ്ട്. സോ ലോസസ് കഴിഞ്ഞ ബാക്കി 75% മാത്രമേ സോയിലിലേക്ക് കിട്ടുന്നുള്ളൂ. അതാണ് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി. അവിടെ എഫിഷ്യൻസി 75% ഉള്ളൂ, 25% ലോസ് ആണ്. സോ ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് 75% കിട്ടത്തുള്ളൂ എങ്കിൽ നമുക്ക് പറഞ്ഞു ഡെപ്ത് ഓഫ് 120 mm വേണം. സോ പക്ഷേ ഇതിൽ ഈ 124 mm എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിൽ 75% മാത്രമാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന വാട്ടറിൻ്റെ 75% ആണ് 124 mm എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതലൊരു വാല്യൂ കൊടുക്കണം, കൂടുതലൊരു ഡെപ്തിൽ വാട്ടർ കൊടുത്താൽ മാത്രമല്ലേ അതിൻ്റെ 75% നമുക്ക് കിട്ടത്തുള്ളൂ. സോ നമ്മൾ ആക്ച്വലി അവിടെ കൊടുക്കേണ്ട എത്രയാണ്? ആക്ച്വലി കൊടുക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 124 ഡിവൈഡഡ് ബൈ 0.75. ഇതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ നമുക്ക് ഒരു പെർസെൻറ്റേജ്, എക്സിൻ്റെ 75% ആണ്. എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്, അതിൻ്റെ 75% എന്ന് പറയുന്നതാണ് നമ്മുടെ 124 mm എന്ന് പറയുന്നത്. അതായത് നമ്മൾ എത്ര എക്സ് ഡെപ്ത് ഓഫ് വാട്ടർ നമ്മൾ കൊടുക്കുന്നു, എക്സ് ഡെപ്ത് ഓഫ് വാട്ടർ കൊടുത്താൽ മാത്രമേ 124 mm എന്ന് പറഞ്ഞൊരു ഡെപ്ത് ഓഫ് വാട്ടർ ആ സോയിൽ കിട്ടത്തുള്ളൂ. അത് കിട്ടിയാൽ മാത്രമേ അത് ഫീൽഡ് കപ്പാസിറ്റിയിലേക്ക് വരത്തുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? ടോട്ടൽ 100% അത് കിട്ടുന്നില്ല, ഉള്ളി 75. നമ്മൾ കൊടുക്കുന്ന ഡെപ്തിൻ്റെ 75% മാത്രമേ അത് അബ്സോർവ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് ആക്ച്വലി നമ്മൾ 165 mm ഓഫ് വാട്ടർ അവിടെ കൊടുത്താൽ മാത്രമേ അതിൽ നിന്നും 124 mm സോയിൽ കിട്ടത്തുള്ളൂ. ബാക്കി ഡെപ്ത് ഓഫ് വാട്ടർ നമ്മൾ ലോസ് ആയിട്ട് പോവുകയാണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കുന്ന ഇറിഗേഷൻ ഡെപ്ത് എത്ര നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി നമ്മൾ 165 mm കൂടി ഇറിഗേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ 124 mm ആവശ്യമുള്ള ഡെപ്ത് സോയിലിലേക്ക് കിട്ടത്തുള്ളൂ. സോ അത് കണ്ടുപിടിക്കാനാണ് ഇവിടെ എഫിഷ്യൻസി തന്നിരിക്കുന്നത്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിച്ചോണം. ഓക്കെ, നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം പ്രോബ്ലം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതിലെന്താ നമുക്ക് തന്നിരിക്കുന്നത്? The field capacity of a soil is 20% and its specific gravity, apparent specific gravity എടുത്താൽ മതി, that is 1.6. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇറിഗേഷൻ ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ ഒരു വെറ്റ് സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്തു, അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 150 grams ആണ്. ഇനി അതേ സാമ്പിൾ തന്നെ നമ്മൾ ഓവൻ ഡ്രൈ ചെയ്യും. ഓവൻ ഡ്രൈ ചെയ്തിട്ട് അത് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ വെയിറ്റ് 136 gram ആണ്. ദാറ്റ് ഈസ് വെറ്റ് സോയിലിൻ്റെ വെയിറ്റ് 150ഉം ഡ്രൈ സോയിലിൻ്റെ വെയിറ്റ് 136ഉം. അങ്ങനെയാണ് എങ്കിൽ അവിടെ ഒരു 0.9 മീറ്റർ ഓഫ് ഡെപ്ത് ഓഫ് സോയിൽ ഇറിഗേറ്റ് ചെയ്യാൻ, 0.9 മീറ്റർ ഡെപ്ത് ഓഫ് സോയിൽ ഇറിഗേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എത്ര ഡെപ്ത് വാട്ടർ സപ്ലൈ ചെയ്യണം? സോയിൽ ഡെപ്ത് 0.9 മീറ്റർ, ആ 0.9 മീറ്റർ ഇറിഗേറ്റ് ചെയ്യാൻ നമ്മൾ എത്ര ഡെപ്ത് ഓഫ് വാട്ടർ അവിടെ സപ്ലൈ ചെയ്യണം? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇതിൽ എന്താണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്? ആ മോയ്സ്ചർ കണ്ടന്റ്, ആ സോയിലിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് തിരിച്ച് ഫീൽഡ് കപ്പാസിറ്റിയിലേക്ക് കൊണ്ടുവരണം അല്ലേ? അതിനായിട്ട് നമ്മൾ എത്ര ഡെപ്ത് ഓഫ് വാട്ടർ സപ്ലൈ ചെയ്യണം? ഓക്കെ, നമ്മൾ പഠിച്ച അതേ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. പുതിയ ഡെപ്ത് ഓഫ് വാട്ടറിന് എത്ര ഡെപ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി തന്നിരിക്കുന്ന ഡെപ്ത് എന്ന് പറഞ്ഞാൽ 0.9 മീറ്റർ ഡെപ്ത് ഓഫ് സോയിലാണ്. ഓക്കെ, നമ്മൾ ഫീൽഡ് കപ്പാസിറ്റി ഇക്വേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സോയിൽ, സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. അപ്പം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു കാര്യം, നമ്മൾ പറഞ്ഞായിരുന്നു ഡെപ്ത് ഓഫ് വാട്ടർ നമുക്ക് കണ്ടുപിടിക്കണം, നമ്മൾ എന്തറിയണം? അവിടുത്തെ ഇപ്പോഴത്തെ മോയ്സ്ചർ കണ്ടന്റ് എത്രയാണെന്ന് അറിയണം അല്ലേ? എങ്കിൽ മാത്രമല്ലേ ആ മോയ്സ്ചർ കണ്ടന്റിൽ നിന്നും എത്ര
കൂട്ടിയാലാണ് ഇത് ഫീൽഡ് കപ്പാസിറ്റിയിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് കൊടുത്ത മോയ്സ്ചർ കണ്ടന്റ്, ഇപ്പം പ്രസന്റ് ആവുള്ള മോയ്സ്ചർ കണ്ടന്റ് അറിയണം. അത് കണ്ടുപിടിക്കാനായിട്ടാണ് നമുക്ക് ഈ ഡ്രൈ വെയിറ്റും വെയിറ്റ് വെയിറ്റും ഒക്കെ തന്നിരിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം GT1 പഠിച്ചിട്ടുണ്ടാവും. മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോയ്സ്ചർ കണ്ടന്റ് ഇസ് ഈക്വൽ ടു വെറ്റ് വെയിറ്റ് മൈനസ് ഡ്രൈ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഡ്രൈ വെയിറ്റ്. ഓക്കെ, അത് ഇൻറ്റു 100 ചെയ്യുമ്പം അവിടെ ഉള്ള മോയ്സ്ചർ കണ്ടന്റ് പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, അത് അവിടുത്തെ മോയ്സ്ചർ എത്ര, സോയിൽ എത്ര മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് കിട്ടും. ഓക്കെ, സോ അതിനാണ് ഈ വെയിറ്റ് തന്നിരിക്കുന്നത്. സോ വെയിറ്റ് മൈനസ് ഡ്രൈ ഡിവൈഡ് ബൈ ഡ്രൈ വെയിറ്റ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ ഇപ്പം അവിടെ പ്രസന്റ് ആയിരിക്കുന്ന മോയ്സ്ചർ കണ്ടന്റ് കിട്ടി. സോ ഈ 10.29% നിന്നും അതിന് നമുക്ക് തിരിച്ച് ഇതിൻ്റെ ഫീൽഡ് കപ്പാസിറ്റി ആയി 20%ലേക്ക് ഇൻക്രീസ് ചെയ്യിക്കണം. അതായത് ഇത്രയും പെർസെൻറ്റ് വാട്ടർ അവിടെ കൂടാനായിട്ട് നമുക്ക് എത്ര ഡെപ്തിൽ വാട്ടർ സപ്ലൈ ചെയ്യണം. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഡെപ്ത് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെപ്ത് റൂട്ട് സോൺ. ഡെപ്ത് റൂട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡെപ്ത് ഓഫ് സോയിൽ ഇൻറ്റു FC മൈനസ് ഇപ്പോഴത്തെ അവിടുത്തെ മോയ്സ്ചർ കണ്ടന്റ്. അതായത് ഇത്രയും പെർസെൻറ്റ് ഓഫ് മോയ്സ്ചർ കണ്ടന്റ് അതാവാനുള്ള ഡെപ്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അല്ലേ? സോ ഇസ് ഈക്വൽ ടു എന്താ, എല്ലാ വാല്യൂസ് നമുക്കറിയാം. SG എന്ന് പറയുന്നത് എന്താണ്? ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ആണ്. ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ഗാമ ഡിയും ഗാമ ഡബ്ല്യുവും ക്വസ്റ്റിനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1.6 മീറ്റർ. ദെൻ ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു സ്പെസിഫിക് ഗ്രാവിറ്റി എന്നാണ്, അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്നാണ് തന്നിരിക്കുന്നത്. ഇൻറ്റു 0.9 ആണ് നമുക്ക് അത്രയും ഡെപ്ത് ഓഫ് സോയിൽ നമുക്ക് ഇറിഗേറ്റ് ചെയ്യേണ്ടത്, ഇൻറ്റു മോയ്സ്ചർ കണ്ടന്റ്. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 140 mm. അതായത് 140 mm ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ കൊടുത്താൽ മാത്രമേ അവിടുത്തെ സോയിലിനെ നമുക്ക് ഫീൽഡ് കപ്പാസിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. അതല്ല എങ്കിൽ, ഇൻ അതർ വേർഡ്സ് 0.9 മീറ്റർ ഡെപ്ത് ഓഫ് സോയിലിനെ ഇറിഗേറ്റ് ചെയ്യണമെങ്കിൽ 140 mm ഡെപ്ത് ഓഫ് വാട്ടർ നമ്മൾ അവിടെ സപ്ലൈ ചെയ്യും.